ജീവനക്കാരെ, നാം ഇവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് ഒരുപക്ഷെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു സ്വകാര്യ വ്യാവസായിക കേന്ദ്രവും കോട്ടയത്തെ പ്രമുഖമായിട്ടുള്ള ഒരു ഗവേഷണ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ആപ്ടെക് എന്ന് പറയുന്ന കമ്പനി യൂണിവേഴ്സിറ്റി അംഗീകൃത ഗവേഷണ കേന്ദ്രമായി സിൻഡിക്കേറ്റ് അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് യൂണിവേഴ്സിറ്റി ഇറക്കിയ ഓർഡർ കൈമാറുന്നതുമായിട്ട് ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ ഇൻഡസ്ട്രി അക്കാഡമി റിലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ നയങ്ങൾക്കും അതിൻ്റെ ഒരു തുടക്കമായി തന്നെ ഇത് കാണേണ്ടിയിരിക്കുന്നു. ഈ ഒരു ചടങ്ങിലേക്ക് നമ്മളോടൊപ്പം വന്ന് ഈ പറഞ്ഞ പുതിയ സംരംഭത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഏത് കാര്യങ്ങൾക്കും എപ്പോഴും മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ വാസന അവർക്കുള്ള ഞാൻ എല്ലാവരുടെയും നമുക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമയപരിധി കൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെയും ഒരൊറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെന്റേറ്റീവ്സായി വന്നു നിൽക്കുന്ന ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം യൂണിവേഴ്സിറ്റി അക്കാഡമി ഇൻഡസ്ട്രി ലിങ്കേജിൽ മുൻകൈ എടുത്ത് വളരെ കാലമായി യൂണിവേഴ്സിറ്റിയുടെ പല ഗവേഷണ മേഖലകളിൽ യൂണിവേഴ്സിറ്റിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ടെക് കമ്പനി നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ട് കഴിഞ്ഞതാണ്. ആ കമ്പനിയിൽ നിന്നും വന്നിരിക്കുന്ന റെപ്രസെന്റേറ്റീവ്സിനെയും അതുപോലെ തന്നെ അതിന്റെ ചെയർമാനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു വലിയ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലുള്ള ഗവേഷണ രംഗത്തെ ഒരു നാഴികക്കല്ലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അധ്യക്ഷ പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് പകരം ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി, ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സഹകരണ വകുപ്പ് മന്ത്രി ആദരണീയനായ ദാസൻ ചേട്ടൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ഡോക്ടർ ബി കേരളവർമ്മ, സ്വാഗതാശംസ ഡോക്ടർ ബി പ്രകാശ് കുമാർ സാർ, വേദിയിലുള്ള ബഹുമാനരായ അഡ്വക്കേറ്റ് രജി സത്രിയ, പ്രൊഫസർ പി ഹരികൃഷ്ണൻ, ശ്രീ കെ ജെ ജേക്കബ്, മറ്റ് ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി ആപ്ടെക്കുമായി പതിറ്റാണ്ടുകളുടെ ബന്ധമുള്ള ഒരു വലിയ പ്രവർത്തനമാണ്. പ്രധാനമായും നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വളവും കീടനാശിനികളും ഉത്പാദിപ്പിച്ച് ജൈവ വൈവിധ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാം കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ആപ്ടെക് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പലപ്പോഴായിട്ടുള്ള യൂണിറ്റുകളുടെ ഉദ്ഘാടനവും അതിൻ്റെ പ്രോഡക്റ്റ് ലോഞ്ചിങ്ങും ഒക്കെ സമയത്ത് പങ്കെടുത്ത ഒരു പ്രവർത്തകനാണ്. അത് അനുദിനം വളർന്ന് ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാന തലത്തിലും ഒരുപക്ഷെ ദേശീയ തലത്തിലും ശ്രദ്ധേയമായ ഒരു സംരംഭമായി ആപ്ടെക് മാറിയിരിക്കും. അതിൻ്റെ ഒരു പുതിയ കാൽവയ്പും അതിൻ്റെ അംഗീകാരവുമാണ് ഒരു യൂണിവേഴ്സിറ്റി തന്നെ റിസർച്ച് സെൻ്ററായി ആപ്ടെക്കിനെ തിരഞ്ഞെടുക്കുന്നു പറയുമ്പോൾ ആ ആപ്ടെക് ആകാശത്തോളം ഉയർന്നിരിക്കുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ ഏറെ അഭിമാനത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ. അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജേക്കബ്, ഞങ്ങളെല്ലാം രാജിച്ചായെന്ന് വിളിക്കുന്ന അദ്ദേഹം ആ രംഗത്ത് അശ്രാന്ത പരിശ്രമം നടത്തിയാണ് ഇതിനെ ഈ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടത്. ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം വലിയ വഴി നമുക്കുണ്ടാകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നാം മുന്നോട്ട് വയ്ക്കുന്ന പുത്തൻ കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിൽ ആദ്യം ഈ യൂണിവേഴ്സിറ്റി തലത്തിൽ സാധ്യമാകുന്ന ഒരു പ്രോജക്റ്റിലേക്ക് കൂടി എത്തുന്നു എന്നുള്ള സവിശേഷത നമ്മൾ പ്രധാനമായി കണ്ടത്. പുതിയതായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് നാളുകളിൽ തൊഴിൽ അന്വേഷകരല്ല, തൊഴിൽദായകരായി വരുന്നവരെ സൃഷ്ടിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ
മേന്മ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം പൊതുവിൽ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കണ്ടു. ഇത് അത്തരം ഒരു സംരംഭമാണ്. എത്രയോ ആളുകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയുന്ന സംരംഭകരായി ഇത്തരം ഗവേഷണ ശൃംഖലകൾ മാറി. അപ്പോൾ നമ്മൾ പുതുതായുള്ള ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ഇതുമായി ലിങ്ക് ചെയ്ത് പോകും. ഇവിടെ തന്നെ വ്യവസായവും വിദ്യാഭ്യാസവുമായി യോജിപ്പിക്കുന്ന പുതിയ സംരംഭങ്ങളിലേക്ക് വരുന്നു. പുതിയ സാങ്കേതിക വിദ്യയുടെ വിജ്ഞാനങ്ങൾ സ്വായത്തമാക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുന്ന സാഹചര്യങ്ങൾ, മാർക്കറ്റ് ഇടപെടാൻ കഴിയുന്ന സ്ഥിതി വരുന്നു. ഇങ്ങനെ വിവിധ തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ വീക്ഷണങ്ങൾ ഉയർത്തി തൊഴിലന്വേഷകരല്ല തൊഴിൽദായകരായി മാറുന്ന വിദ്യാസമ്പന്നരെ വിജ്ഞാനദാഹികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ രംഗവും ഉന്നത വിദ്യാഭ്യാസ രംഗവും നാം ഉയർത്തിക്കൊണ്ടുവരും. ആ കാഴ്ചപ്പാടോട് ഇതിനെ സമന്വയിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി എല്ലാ കാര്യങ്ങളിലും ഗവേഷണമാണ്. യൂണിവേഴ്സിറ്റി കൊണ്ട് നാം ലക്ഷ്യമിടുന്നതും ഈ ആശയ പ്രപഞ്ചങ്ങൾ തീർക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഗവേഷണ ശൃംഖലകളാണ് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി കൊണ്ട് നാം ലക്ഷ്യമിടുന്നത്. അതിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായി മികവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സ്വകാര്യ സംരംഭം ഇപ്പോൾ ഒരു സംയുക്ത സംരംഭമായി പൊതുമേഖലയും സ്വകാര്യ മേഖലയും സംയുക്തമായി ഗവേഷണ ശൃംഖലകളിലേക്ക് വരും. ആ അർത്ഥത്തിൽ ആപ്ടെക് കൈവരിച്ച കഴിഞ്ഞ കാലഘട്ടത്തെ പ്രവർത്തന രംഗത്തെ അവരുടെ വിശ്വാസ്യതയും അപ്പോൾ അവരുടെ പ്രോഡക്റ്റിൻ്റെ വിപണി സാധ്യതയും രണ്ടും ഇതിലേക്ക് അവരെ എത്തിക്കാൻ സഹായിച്ചു. ഏതൊരു പ്രോഡക്റ്റും ആർക്കും ഉണ്ടാക്കാം, പക്ഷേ ആ പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിങ് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന സ്വീകാര്യതയാണ് അതിൻ്റെ വളർച്ചയുടെ രഹസ്യം. അതാണ് ആപ്ടെക് വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പൂന്തടുത്ത് ഇൻഡസ്ട്രിയൽ ഇതിനു മുമ്പ് തുടങ്ങിയിട്ടുള്ള എത്രയോ വ്യവസായ സംരംഭങ്ങൾ ആരംഭ ശൂര്യത്വത്തിൽ നിന്ന് അവസാനിച്ചു പോയ സന്ദർഭം എനിക്കറിയാം. പലതിനെയും സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പലതും പല രൂപത്തിൽ നാറിനും അറിഞ്ഞൊക്കെ പോയപ്പോഴും ആപ്ടെക് രംഗത്ത് അതിൻ്റെ ലക്ഷ്യത്തിലൂന്നി നിന്ന് നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യബോധത്തിൽ അതിൻ്റെ പ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ അമരക്കാരനായ രാജുസായനുമായി കൃത്യമായി മുന്നോട്ട് പോയി ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ നെറ്റ് റിസൾട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റായി മാറും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ രംഗത്ത് പുതിയ സാധ്യതകൾ ഗവേഷണങ്ങളുടെ ഉറപ്പാക്കി ഇത് കൂടുതൽ മേഖലയ്ക്ക് വ്യാപിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ സംരംഭത്തെ മാറ്റി തീർത്തിരിക്കുന്നു. ഇത് ഏറെ അഭിമാനകരവും അതോടൊപ്പം തന്നെ ആഹ്ലാദകരവുമാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഇതിനുവേണ്ടി മുൻകൈയെടുത്ത യൂണിവേഴ്സിറ്റിയെയും അതോടൊപ്പം തന്നെ ആപ്ടെക്കിൻ്റെ ഉടമയായിട്ടുള്ള ശ്രീ രാജുസായനെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഗവേഷണ കേന്ദ്രത്തിന്റെ അനുവദിച്ചതിന്റെ ഉത്തരവ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെയൊക്കെ ഏറ്റവും ബഹുമാനം പ്രിയപ്പെട്ട വാസവൻ ചേട്ടൻ, ഡോക്ടർ ഹരികൃഷ്ണൻ സാറ്, ഏറ്റവും ആദരണീയനായ രജിസ്ട്രാർ പ്രകാശ് സാറ്, രാജായൻ, മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, അധ്യാപകർ, വിവിധ നമ്മുടെ സർവകലാശാലയിലെ ജീവനക്കാരുടെ പ്രതിനിധികൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കിൽ വളരെ വ്യക്തമായി തന്നെ വാസവൻ ചേട്ടൻ സൂചിപ്പിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല ഗവേഷണത്തിൻ്റെയും അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിന് അനിവാര്യമായ മാറ്റങ്ങളുടെയും ചുവടുവയ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർവകലാശാലയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് വലിയ രീതിയിലുള്ള പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഏറ്റവും അവസാനം വാസവൻ ചേട്ടനടക്കം ബിന്ദു മിനിസ്റ്റർ അടക്കം 3 മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നാടിനാകെ കായിക മേഖലയ്ക്കും സർവകലാശാലയ്ക്കും കരുത്തേകുന്ന പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റുമാനൂരിൻ്റെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധി കൂടിയായ കേരളത്തിലെ ഏറ്റവും മികച്ച മന്ത്രിമാർ ഒരാൾ കൂടിയായ വാസവൻ ചേട്ടനാണ്. അദ്ദേഹത്തിന് രാജായൻ്റെ എല്ലാ സംരംഭങ്ങളുമായിട്ട് വളരെ കാലത്തെ ബന്ധമുണ്ട്. ഞങ്ങളുമൊക്കെ യുവജന പ്രവർത്തകരായിരുന്നപ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാസവൻ ചേട്ടനെ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പലയിടത്തും ആപ്ടെക്കിൻ്റെ സ്പോൺസർഷിപ്പിൽ ഈ വെയിറ്റിംഗ് ഷെഡുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പല വഴികളിലും രാജായൻ്റെ നേതൃത്വത്തിൽ പോയിട്ടുണ്ട്. നമ്മുടെ സർവകലാശാലയുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ മഹത്തരമായ ഗവേഷണ കേന്ദ്രത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
യോഗത്തിന് കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിനായി ആർടെക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KJ ശ്രീകുമാർ. ആദരണീയനായ നമ്മുടെ മന്ത്രി വാസവൻ സാർ, വേദിയിലിരിക്കുന്ന മാന്യ വിശിഷ്ടാതിഥികളെ, സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, പ്രൊഫസർമാർ, ഞാൻ നീട്ടുന്നില്ല, കാരണം മന്ത്രിക്ക് ഉടനെ പോകേണ്ടതാണ്. 30 വർഷത്തെ അർടെക്കിൻ്റെ ചരിത്രത്തിൽ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഞങ്ങളൊരു 6 വർഷം മുമ്പ് ഇതൊരു ഐഡിയ പറഞ്ഞു തന്നത് ഞങ്ങളുടെ ഡയറക്ടർ ഓഫീസർ ഡോക്ടർ ശിവപ്രസാദ് സാറാണ്. അദ്ദേഹം നമ്മളിത് വാങ്ങിക്കണം, ഇതിനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഞങ്ങൾ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഇന്നത്തെ ഈ സുദിനം ഉണ്ടായത്. ഇതിന് ഞങ്ങളെ ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒത്തിരി ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. അവരോടുള്ള എനിക്ക് തിരിച്ചുള്ളൊരു ഉറപ്പ് കൊടുക്കാനുള്ളത്, തീർച്ചയായിട്ടും ഈ ടോപ്പ് പ്രയോറിറ്റി ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ R&D സെൻറ്ററിന് വേണ്ടിയാണ്. അത് ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങളെ നിർവീയുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് തീർച്ചയായിട്ടും അഭിമാനം തോന്നും, അർടെക്കിനെ അംഗീകരിച്ചു. ആ രീതിയിൽ ഞങ്ങൾ വളരെ പ്രതിബദ്ധതയോടെ സംഗതി മുമ്പോട്ട് കൊണ്ടുപോകും. അത് ഞാൻ അഷ്വർ ചെയ്യുകയാണ് എല്ലാവർക്കും. ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല, സാറിന് പോകേണ്ടതുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ തിരക്കിനിടയിൽ ഇവിടെ എത്തിയ പ്രിയങ്കരനായ നമ്മുടെ മന്ത്രി വാസവൻ സാറിന് ഞാൻ അർടെക്കിൻ്റെ പേരിലും യൂണിവേഴ്സിറ്റി പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ യോഗ അധ്യക്ഷൻ കേരളവർമ്മ സാറാണ്, അദ്ദേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഹരികൃഷ്ണൻ സാറിന്, രജി സാറ്, രണ്ടുപേരും ഞങ്ങളുടെ ഒപ്പമുള്ളവരാണ്. അപ്പോൾ രണ്ടുപേരോടും താങ്ക്സ് പറയുന്നു. അതുപോലെ നമ്മുടെ രജിസ്ട്രാർ, അദ്ദേഹം 10-15 വർഷമായിട്ടിരിക്കും, 12 വർഷമായിട്ടിരിക്കും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ അസോസിയേഷൻ ഉണ്ട്. അതിനകത്തെല്ലാം ഒത്തിരി മീറ്റിങ്ങുകൾ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അത് തന്നെ എൻ്റെ വിശ്വാസമായിരുന്നു സത്യം പറയാനില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനകത്ത് കേസ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങേക്കുള്ള നന്ദി അറിയിക്കുന്നു. അവിടെ വന്നിരിക്കുന്ന സിൻഡിക്കേറ്റ് മെമ്പേഴ്സുണ്ട്. ബിജു സാറ് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹമായിരുന്നു, ജോസ് സാറുണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല. നിങ്ങളെല്ലാവരോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അന്തിമ